നമ്മുടെ കുഞ്ഞു വാവകളെ 10 മാസത്തെ ആ യാത്രയ്ക്ക് ശേഷം കയ്യിലോട്ട് ഇങ്ങനെ കിട്ടുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം അല്ലേ. എന്നാൽ ഇനി വാങ്ങുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കാതെ ഇങ്ങനെ അങ്ങോട്ട് വാങ്ങിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് കുഞ്ഞുങ്ങളെ എടുക്കുന്ന രീതിയെ പറ്റിയാണ്. തീരെ പൊടി കുഞ്ഞുങ്ങൾ ഇന്നോ ഇന്നലെയൊക്കെ ഉണ്ടായ കുഞ്ഞുങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഇങ്ങനെ എടുത്തല്ലേ ശീലിച്ചേക്കുന്നത്. എന്നാൽ ആ ശീലം കുറച്ചൊന്ന് മാറ്റാം. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളുണ്ടായപ്പോഴാണ് ഇങ്ങനല്ല എടുക്കേണ്ടത്, നേരെയാണ് അവരെ എടുക്കേണ്ടതെന്ന് മനസ്സിലായത്. അപ്പോൾ എല്ലാവരും നമുക്ക് എന്താ പറഞ്ഞു തരിക, അയ്യോ കുഞ്ഞിൻ്റെ പെടലി ഉറച്ചിട്ടില്ല, അതുകൊണ്ട് കുഞ്ഞുങ്ങളെ തീരെ കുഞ്ഞു പിള്ളേരെ ഇങ്ങനെ എടുക്കാവുള്ളൂ, വലുതായി കഴിഞ്ഞ് പെടലി ഉറച്ചു കഴിഞ്ഞാണ് അവരെ നമ്മൾ ഇങ്ങനെ എടുക്കുന്നതെന്നല്ലേ. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. ഈ പെടലിയൊക്കെ പെട്ടെന്ന് ഉറയ്ക്കാനും ഈ പാല് കുടിക്കുകയും ഉറങ്ങുകയല്ലേ കുഞ്ഞ് മെയിനായിട്ടും ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റ് ഇങ്ങനെ തന്നെ കിടക്കുമ്പോഴാണ് ഈ ഗ്യാസൊക്കെ ഭയങ്കരമായിട്ട് കുഞ്ഞിന് കെട്ടുകയൊക്കെ ചെയ്യുന്നത്. അപ്പം കുഞ്ഞിനെ കമത്തിക്കിടത്തുകയും നമ്മുടെ മേത്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കിടത്തുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവരുടെ വയറമങ്ങിയിട്ട് അവർക്ക് ഗ്യാസ് അധികം കെട്ടാതിരിക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇങ്ങനെ തന്നെ എടുക്കണമെന്നൊരു നിർബന്ധവുമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, പെടലി ഉടച്ചിട്ടില്ലെന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, പെടലിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. നമ്മൾ കുഞ്ഞിൻ്റെ കഴുത്തിങ്ങനെ ഉറയ്ക്കാതെ മുന്നോട്ട് പോകാതിരിക്കാൻ ഇങ്ങനെ പിടിച്ചിട്ട് ആ തലയിൽ നമ്മുടെ കൈക്കുള്ളതല്ലേ ഉള്ളൂ, അങ്ങനെ പിടിച്ച് കുഞ്ഞിനെ ഇങ്ങനെ തന്നെ എടുത്ത് ശീലിക്കുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ഈ പെടലി ഉറയ്ക്കാനൊക്കെ ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ മൈൽ സ്റ്റോൺസൊക്കെ കുറച്ചുകൂടെ ഈസിയറായിട്ട് അച്ചീവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ കമന്ന് വീണ് കഴിയുമ്പോൾ ഈ പെടലി പൊക്കാൻ പറ്റാത്തതാണല്ലോ കുഞ്ഞുങ്ങൾ കമന്ന് വീഴാനുള്ള ബുദ്ധിമുട്ടിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ നേരത്തെ മൂലം ഇങ്ങനെ എടുത്ത് ശീലിച്ച് കഴിഞ്ഞാൽ അവർക്ക് കമന്ന് വീണ് കഴിയുമ്പോഴും തല ഇങ്ങനെ പൊക്കി പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ കുഞ്ഞിലെ ചെറുതിലെ പ്രായമായവരൊക്കെ നമ്മളോട് പറയും, അയ്യോ കുഞ്ഞുങ്ങളെ മേളിലോട്ട് എടുക്കരുത്, മലത്തി എടുക്കാവുള്ളൂ എന്ന്. പക്ഷേ അങ്ങനല്ല കേട്ടോ കാര്യം. നമ്മൾ വളരെ കെയർഫുള്ളായിട്ടിരുന്നാൽ മതി, നേരെ തന്നെ കുഞ്ഞുങ്ങളെ എടുക്കാം. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഈ കമത്തി കിടത്തുന്ന കാര്യം. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് കൊച്ചിയിലൊരു ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറിയൊക്കെ. എന്നിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ കൊച്ചിനെ കമത്തി കിടത്തിക്കുന്നു. അപ്പോൾ ഞാൻ അയ്യോ നീ എന്താ ഈ കാണിച്ചേക്കുന്നത്, കുഞ്ഞുങ്ങളെ അങ്ങനെ കമത്തിയൊന്നും കിടത്താൻ പാടില്ല, മലത്തിയേ കിടത്താവൂ എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറയുന്നത് അത് ആ ഹോസ്പിറ്റലുകാർ അങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. പിന്നെ ഞാനതങ്ങ് വിട്ടു. പിന്നീടാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഏറ്റവും നല്ല കംഫർട്ടബിളായിട്ട് കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ ഒന്ന് തന്നെയാണ് കമത്തി കിടത്തുക എന്നുള്ളത്. അതിലൊരു പ്രശ്നവുമില്ല. അയ്യോ എന്നൊന്നും വെക്കണ്ട, അങ്ങനെ കിടത്താം. എൻ്റെ ഇളയ മോള് കമന്ന് കിടന്നേ ഉറങ്ങത്തുള്ളായിരുന്നു. അവളെയും കൊണ്ട് ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാൻ വല്ലാതെ നടന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മൂത്ത ആൾക്കാണ് കോളിക്കൊക്കെ ആയിട്ട് ഉറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവൾക്ക് ഉറങ്ങാൻ പറ്റും, പക്ഷേ എങ്ങനെ ഇവളെ ഒന്ന് ഉറക്കും, ആ ഉറക്കത്തിലേക്ക് എത്തുന്നതായിരുന്നു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ തൊട്ടിലിൽ കിടത്തി നോക്കി, കൂടെ കിടത്തി നോക്കി, പക്ഷേ ഒന്നും അങ്ങോട്ടൊരു കംഫർട്ടബിൾ ആവുന്നില്ല. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞാൻ പീലിയെ എടുത്തുകൊണ്ട് സിറ്റൗട്ടിൽ ഇറങ്ങി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അമ്മയൊക്കെ പുറത്ത് നിൽപ്പുണ്ട്, അമ്മയോടൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഈ പടിയേൽ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ എൻ്റെ തുടയിലോട്ട് കൊച്ചിനെ ഇങ്ങനെ കമത്തി, അവളുടെ വയറ് പാല് കൊടുത്തിട്ട് കൊണ്ടുവന്നായിരുന്നുകൊണ്ട് വയറിങ്ങനെ തുടയിലേക്ക് വരുന്ന പോലെ കമത്തി ഇങ്ങനെ തല ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കിടത്തി, തല ഇങ്ങനെ ഉണ്ട് എൻ്റെ കയ്യിൽ, പെടലി എനിക്ക് സപ്പോർട്ടുണ്ട്, അവളുടെ വയർ എൻ്റെ തുടയിലുമായിട്ട് ഞാൻ ഇങ്ങനെ കിടത്തിയേക്കും കേട്ടോ. ഞാൻ അമ്മയോട് വർത്താനം പറയാം, അങ്ങനെ മിണ്ടാതിരിക്കുന്നൊന്നുമില്ല. കൊച്ചു ഉറങ്ങണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, പാല് കൊടുത്തേച്ച് കൊണ്ടുവന്ന് ജസ്റ്റ് തട്ടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കിടത്തിയതാണ്, ഈ തുടയിൽ വെച്ച് തട്ടിക്കൊടുക്കാനായിട്ട്. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താ അവൾ ഉറങ്ങി. അപ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഓഹോ കമത്തി കിടത്തിയിട്ടാണോ ഇനി കുഞ്ഞ് ഉറങ്ങിയതെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, അവളെ ഈ കമത്തിയാണല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ഉറങ്ങിപ്പോയി, ഞാൻ ഇങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോയിട്ട് കട്ടിലെ കൊണ്ടുതാ അങ്ങനെ തന്നെ കമത്തി ഞാൻ കിടത്തി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അങ്ങനെ കിടത്തുമ്പം അടുത്തൊന്നും തുണികളൊന്നും ഇരിക്കാൻ പാടില്ല, കുഞ്ഞിൻ്റെ നോസ് ബ്ലോക്ക് ആവരുത്. സ്വാഭാവികമായിട്ടും കുഞ്ഞുങ്ങൾ കമന്ന് കിടക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ തന്നെ ഞാൻ കിടക്കുന്നില്ല, അവർ തല ചരിച്ച് വെക്കും, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ചെയ്യും. കുഞ്ഞ് ഉറങ്ങുമല്ലേ അറിയത്തില്ലൊന്നും പറയില്ലേ. നമ്മളെ പിടിച്ച് നമ്മളെന്തെങ്കിലും അൺകംഫർട്ടബിളായിട്ട് പൊസിഷനിൽ കിടത്തുകയാണെങ്കിൽ ഉറക്കത്തിലാണെങ്കിൽ പോലും നമ്മളൊന്ന് അനങ്ങി നേരെയാക്കത്തില്ലേ, അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും ആവും. അപ്പം കുഞ്ഞുങ്ങൾക്ക് അതാണ് കംഫർട്ടബിളെങ്കിൽ അങ്ങനെ കിടത്തുന്നതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കെയർഫുൾ ആവുക, അടുത്തൊന്നും തുണി സാധനങ്ങളൊന്നും കുഞ്ഞിൻ്റെ നോസും ശ്വാസം എടുക്കുന്ന സ്ഥലം മറയുന്നില്ല എന്നൊന്നും ഉറപ്പ് വരുത്താൻ മാത്രം ചെയ്താൽ മതി. അതുപോലെ തന്നെ ഹെൽപ്ഫുള്ളാണ് നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞ് തട്ടുമ്പോഴേ, പിന്നെ നമ്മൾ ഇരുന്ന് പാല് കൊടുത്തു കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് നടന്ന് തട്ടുക അല്ലെങ്കിൽ ഇരുന്ന് തട്ടുക ചെയ്യുമ്പോൾ നമുക്ക് നടു കഴിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ പാല് കൊടുക്കുമ്പോൾ നമ്മൾ കിടന്നുകൊണ്ട് കൊടുക്കാം എന്നതിനേക്കാളും സേഫ് ഇരുന്നുകൊണ്ട് കൊടുക്കുന്നത് തന്നെയാണ്.
നമ്മൾ കിടന്നിട്ട് നമ്മുടെ വയറയിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ നെഞ്ചിലോട്ട് കുഞ്ഞിനെ കമത്തിയാൻ കിടത്തണം. എന്നിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ അവർ ആ കമന്നിങ്ങനെ കിടക്കുമ്പം അവരുടെ ഗ്യാസ് നമ്മൾ പതുക്കെ പുറത്ത് തട്ടി കൊടുക്കുമ്പോഴത്തേനും ഏമ്പക്കം അങ്ങ് പോവുകയും ചെയ്യും. ഏമ്പക്കം എടുക്കാനായിട്ട് നമ്മൾ ഈ നടക്കുകയോ നിൽക്കുകയോ ഇരിക്കുകയോ ഒന്നും ചെയ്യേണ്ട. നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മേത്ത് തന്നെ കൊടുത്തു വിട്ടാൽ മതി. പിന്നെയും ഉണ്ട് ഈ കിടത്തുന്നതിനൊരിത്, നമ്മൾ ഈ പാലൊക്കെ കുറവുണ്ടെങ്കിലുണ്ടല്ലോ, അയ്യോ കുഞ്ഞിന് പാലില്ലേ, അയ്യോ കുഞ്ഞിന് പാലില്ലേ, അത് കാച്ചി കൊടുക്കുക, ഇത് കാച്ചി കൊടുക്കുക, കുഞ്ഞിനെ ഇങ്ങനെ തന്നേക്കുക, കൊച്ചിന് പാൽ എടുത്താൽ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് കൊച്ചിനെ എടുത്തുകൊണ്ട് പോവുക, അമ്മ അടുത്ത് എടുത്താൽ അങ്ങനെ ചെയ്യരുത്. പാല് കുറവുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ടത് കുഞ്ഞിൻ്റെ സാമീപ്യമാണ്. അപ്പോൾ പാല് തീരെ ഇല്ലാത്ത അങ്ങനത്തെ ഒരു കണ്ടീഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഉള്ളപ്പോഴും ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പാല് ഒരു ഇച്ചിരി കുറവുണ്ടെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താ, കൊച്ചിനെ വേറെ ആരെങ്കിലും നോക്കിയിട്ട് അമ്മയ്ക്ക് മറ്റേ വേറെ എന്തെങ്കിലും പുഴുങ്ങി കൊടുക്കാൻ പോകണം വേണ്ടേ, അല്ല, കൊച്ചിനെ അമ്മയുടെ കൂടെ കിടത്തുകയാണ് വേണ്ടത്. കുഞ്ഞിനെ ഏറ്റവും അടുത്ത് അമ്മയുടെ നെഞ്ചിൽ തന്നെ കുഞ്ഞിനെ കിടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാലിൻ്റെ അളവ് കൂടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കമത്തി കോസിയായിട്ടുള്ള കിടപ്പ് ഒരിക്കലും ഒരു തെറ്റല്ല. തീരെ കുഞ്ഞുങ്ങളെ മലത്തി മാത്രമേ പിടിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് കടുംപിടുത്തൊന്നും പിടിക്കണ്ട, അവരെ നേരെ തന്നെ പിടിക്കാം. എൻ്റെ 2 മക്കളെ ഞാൻ നേരെ തന്നെയാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്ന് അഭിപ്രായം പറയായിരുന്നു. അവരോടെല്ലാം ഞാൻ വീണ്ടും എൻ്റെ തൊണ്ട വറ്റുന്നിടം വരെ, തൊണ്ടയിലെ വെള്ളം വറ്റുന്നിടം വരെ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെയല്ല ഇങ്ങനെ എടുക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ നമുക്ക് ആകെയുള്ളൊരു പിടിവള്ളി. നമ്മൾ ഡോക്ടറല്ലല്ലോ, പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സേഫ് ആണെന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് ആകെയുള്ളൊരു പിടിവള്ളി. എന്നാലും ആളുകൾക്ക് പിടിക്കൊന്നുമില്ല, അവരെ ഇട്ടേക്ക്. നമ്മളിങ്ങനെ തന്നെ എടുക്കുക. ആ തല അങ്ങ് വേഗം ഉറച്ചോട്ടെ, കമന്ന് കഴിയുമ്പോഴത്തേനും അവർക്ക് തല പൊക്കാൻ പറ്റിക്കോട്ടെ. ഈ വയറ്റ് ഗ്യാസ് കയറ്റുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഉണ്ടാവാതിരിക്കാൻ കമന്ന് നമ്മുടെ മേത്ത് കിടന്നോ അല്ലെ കമന്ന് കട്ടിലെ കിടന്നോ, കമത്തിക്കൊണ്ട് തൊട്ടിലൊന്നും ഇട്ടേക്കല്ല കേട്ടോ, തൊട്ടിൽ തന്നെ സേഫ് അല്ലെന്നാണ് പറയുന്നത്. അതിലൂടെ കമത്തി കിടക്കാമെന്ന് അഖില പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കമത്തി കുഞ്ഞിനെ തൊട്ടിൽ കിടത്തരുത്. ബെഡിൽ വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫേമായിട്ടുള്ള ബെഡിൽ കിടത്തുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.